ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു 48 മണിക്കൂറിൽ നിങ്ങൾ ഈ റീഡിങ് കാണുന്നതിൻ്റെ നെക്സ്റ്റ് 48 hours നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം സ്പെസിഫിക് ആയിട്ട്. ഏറ്റവും ലൈക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത 48 മണിക്കൂറിൽ ഇത് നമ്മൾ അത്രയും ലൈക്ക് ക്ലോസ് എനർജി നോക്കുമ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ഇത് എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോറി, എനിക്ക് പൈൽ വെക്കാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ എടുത്തേക്കാം, ഇവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട്. സോ ഫസ്റ്റ് പൈൽ നമ്മുടെ ലോട്ടസ്, താമര. ക്രിസ്റ്റൽ ലോട്ടസ്. സെക്കൻഡ് പൈൽ പിങ്ക് കോഡ്സിൻ്റെ റോസ് കോഡ്സിൻ്റെ റോസാണ്. സോ ലോട്ടസ്, റോസ്, താമര, റോസ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പൈൽ 1, പൈൽ 2. ഞാൻ പൈൽ 1 എടുക്കാം ആദ്യം. പൈൽ 1 എടുത്തവർക്ക്, ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് അടുത്ത 48 മണിക്കൂറിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ക്ലോസ് എനർജി നോക്കുന്നതുകൊണ്ട് കുറച്ച് വ്യത്യാസമായിട്ട് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക്, ലോട്ടസ് ചൂസ് ചെയ്തവർക്ക് എന്താ വരുന്നത്? ന്യൂ ബിഗിനിങ് ഉണ്ട്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആൻഡ് ഇൻറ്റ്യൂഷൻ. നൈസ് ബാലൻസ്. ഇവിടെ കുറച്ച് പേർക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കാം. ഈ ഡെക്ക് കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തതല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ, എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ. ലെറ്റ്സ് സീ. മൈ ഗോഡ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നമ്മളെ കൺഫർമേഷൻ എന്ന് പറയുന്ന ഇതാണ്. ടൈം ടു ഗോ. കാർഡ് ചപ്പുഡ്. ഫൈൻ. സോ നമുക്ക് ചില മാച്ചിങ് വന്നിട്ടുണ്ട് ഇവിടെ. സോ ഇവിടെ കുറച്ച് പേർക്ക് ന്യൂ ബിഗിനിങ്, ഡബിൾ കൺഫർമേഷൻ ആണ്. സോ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പുതിയ തുടക്കം എന്ന് കാണുന്നുണ്ട്, ന്യൂ ലൈഫ് എന്ന് കാണുന്നുണ്ട്, ന്യൂ ബിഗിനിങ് എന്ന് കാണുന്നുണ്ട്. സോ ഇത് രണ്ടും പറയുന്നത് നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ബോദർ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയം, അതിലായിരിക്കും ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത്. ഒരു പുതിയ തുടക്കം. നിങ്ങൾക്ക് ചിലപ്പോൾ കരിയറിൽ ഒരു പുതിയ ജോലിയുടെ സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, പുതിയൊരു റിലേഷൻഷിപ്പ് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു, എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുന്നത്, ഇതൊരു ഗ്ലോബ് ഉണ്ട് ഇവിടെ. സോ ഒരു യാത്ര എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ന്യൂ ലൈഫ് എന്നാണ് പറയുന്നത്. സോ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ജീവിതത്തിൽ തന്നെ ഒരു പുതിയ തുടക്കം എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്കൊരു ഉണർവ് ഫീൽ ചെയ്യുന്ന പോലെയാണ്. ഇവിടെ നമ്മൾ കണ്ട് ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന പോലെ ആ ഒരു എല്ലാം ഒരു പുതിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ് കാണുന്നത്. സോ ഇവിടെ ഈ ന്യൂ ബിഗിനിങ് ഏത് കാര്യത്തിലും ആവാം. സോ ഒരു പുതിയ തുടക്കം എന്തായാലും നിങ്ങൾക്ക് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ആവണം എന്ന് നിർബന്ധമില്ല, അതിനുശേഷം ഒരു ന്യൂ ബിഗിനിങ് എന്ന് ആവണമെന്നില്ല. ചില കാര്യങ്ങൾ സിറ്റുവേഷൻസ് മാറിയിട്ട് ഒരു പുതിയ തുടക്കം നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലും ആവാം. ഇപ്പോൾ കരിയറിൽ തന്നെ മേ ബി നിങ്ങൾ കുറേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയ മാറ്റം നമുക്ക് കാണാൻ തുടങ്ങും. ഒരു പുതിയ ബിഗിനിങ് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലാണ്. സോ ഇവിടെ 0 ആണ്. 0 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങുന്ന പോലെയാണ്. സോ ഈവൻ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വീണ്ടും ഒരു റീസ്റ്റാർട്ട് വരുന്ന പോലെ എന്ന് പറയാം. അവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ഉണ്ട്, ടൈം ടു ഗോ ഉണ്ട്. സോ ഇവിടെയോ ഈ പേഴ്സണും ഇവിടെ ഇറങ്ങി പോകുന്ന പോലെയാണ്, തോറ്റിറങ്ങി പോകുന്ന പോലെയാണ്. ഇവിടെയും ടൈം ടു ഗോ എന്ന് പറയുന്ന പോലെയാണ്. സോ എവിടെയോ നിങ്ങൾ ചില കാര്യങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്നതായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റത്തിന് ശ്രമിക്കുന്ന പോലെയാണ്. നമ്മൾ എത്ര ആർഗ്യൂ ചെയ്തിട്ടും കാര്യമില്ല, എത്ര നമ്മൾ തർക്കിച്ചിട്ടും കാര്യമില്ല, എത്ര നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ചില കാര്യങ്ങൾ നമ്മൾ അവസാനം തോറ്റ് വിട്ട് കളയുന്ന പോലെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുകയാണ് ദാറ്റ് ഇവിടെ ഇനി ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഈ സ്ഥലത്ത് ഇനി ഞാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അത് അഗെയിൻ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ആ ഓഫീസിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, എത്ര നിങ്ങൾ എന്ത് ചെയ്താലും അവിടെ നിങ്ങൾക്കൊരു അപ്രിസിയേഷൻ കിട്ടുന്നില്ല, നിങ്ങൾക്കൊരു വാല്യൂ കിട്ടുന്നില്ല, നിങ്ങൾ അർഹിക്കുന്നത് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറി നിങ്ങൾ പോകാൻ ശ്രമിക്കുന്ന കാര്യമായിരിക്കാം. സോ ചില സിറ്റുവേഷൻസ് നിങ്ങൾ വിട്ട് കളയുന്ന ഒരു എനർജിയാണ് വരുന്നത് എനിക്ക്. സോ ഇവിടെ മേ ബി അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ജോലി, കരിയർ, ഓഫീസ്, ഫാമിലി, ഫ്രണ്ട്ഷിപ്സ് ആരോടെങ്കിലും ഉള്ള ഫൈറ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ എന്തോ വിട്ട് കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്ന പോലെയാണ്. നിങ്ങൾ അത് ഉപേക്ഷിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുന്നുണ്ട് നിങ്ങൾ തോറ്റ്
തോറ്റു, നിങ്ങൾ അവിടെ ഇനി തർക്കിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ തോറ്റു കൊടുക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾ തോറ്റു കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല, മറ്റുള്ളവർ ജയിക്കുകയാണെങ്കിൽ ജയിച്ചോട്ടെ എന്ന രീതിയിലായിരിക്കാം. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ തീരുമാനിക്കുകയാണ് ദാറ്റ് ഇനി വേണ്ട, ഓക്കെ ഞാൻ വേറെ ഒരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന പോലെയാണ്, അല്ലെങ്കിൽ ചിലത് നിങ്ങൾ വിട്ട് കളയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് മാറുന്ന പോലെയുണ്ട്. ഓക്കെ, മേ ബി ചില കാര്യങ്ങളിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ വിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ശ്രമിക്കാൻ പോകുന്നതായിട്ട്, മുന്നോട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോകുന്നതായിട്ട്, സ്ഥലം മാറുന്ന രീതിക്കും എടുക്കാം. ഓക്കെ, ആൻഡ് മാത്രമല്ല ഇവിടെ അഗൈൻ ഇതും പക്ഷെ പോകുന്നത് ഒരു പുതിയ തുടക്കത്തിലേക്കാണ്. ഓക്കെ, അറിയില്ല നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല, പക്ഷെ ഇതിൽ ദൂരെ ആക്ച്വലി ഒരു നിങ്ങൾക്ക് കാണുമോ എന്നെനിക്കറിയില്ല, ഐ തിങ്ക് ക്ലിയർ ആയിരിക്കാം. ഇവിടെ ഒരു വഴിയുണ്ട്. ഓക്കെ, ഒരു ഓപ്പൺ ഒരു ഗേറ്റ് പോലെയാണ്, അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എവിടെ ഒരു പുതിയ കാര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പോലെയാണ്. ഓക്കെ, സോ എവിടുന്നോ തോറ്റ് മാറുന്ന പോലെയുണ്ട്, പക്ഷെ അത് ഗിവ് അപ്പ് ചെയ്യുന്നതല്ല. ഐ തിങ്ക് നിങ്ങൾ തീരുമാനിക്കുന്നത് ഇനി ഇവിടെ ഞാൻ ശ്രമിച്ചിട്ടേ കാര്യമില്ല, സോ ഇനി ഞാൻ ശ്രമിക്കുന്നില്ല എന്ന രീതിക്കായിരിക്കാം. സോ വേറെ മൂവ് ഓൺ ചെയ്യുന്ന തരത്തിൽ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആണിപ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ് പവർ നിങ്ങൾക്കുണ്ട്. ദാറ്റ് ഇനി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആക്ച്വലി നിങ്ങൾക്കറിയാം ദാറ്റ് എന്താണ് നല്ലത്, എന്താണ് നല്ലതല്ലാത്ത, അല്ലെങ്കിൽ ഇവിടെ സിറ്റുവേഷൻ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആരും ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, തീരുമാനം എടുക്കേണ്ടത്. ഇവിടെയും ആക്ച്വലി ഒരു ഡോറുണ്ട്, ഇതിലും ഒരു ഡോറുണ്ട്, ഇതിലും ഉണ്ട്. ഇവിടെ കുറേ ഡോർസിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. സോ പുതിയ വഴികൾ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്ന പോലെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ തോറ്റു എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഓക്കെ, എവിടെയെങ്കിലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കരുതരുത് നിങ്ങൾ തോറ്റുപോയി എന്ന്. ഓക്കെ, കാരണം നമ്മൾ പറയില്ലേ ചിലപ്പോൾ തോറ്റു കൊടുത്തിട്ട് തന്നെ നമ്മൾ ജയിക്കുന്ന രീതിയിലാണ്. കാരണം ഇവിടെ ട്രയംഫ് ആൻഡ് സക്സസ്സും ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ചോപ്പ് വുഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇനി മുന്നോട്ട്, ഓക്കെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിന് നിങ്ങൾ ശ്രമിക്കാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾ അതിനെ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിലാണോ വേറെ ഏതെങ്കിലും നിങ്ങൾ എഫേർട്ട് ഇടുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. മാത്രമല്ല നിങ്ങൾക്കത് സക്സസ് കൊണ്ടുവരും എന്നുകൂടിയാണ്. ട്രയംഫ് ആൻഡ് സക്സസ്. ഇവിടെ നിങ്ങൾ തോറ്റു എന്നൊരിക്കലും നിങ്ങൾ കരുതരുത്. ഈ ഒരു തോൽവി അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ വിട്ടുകൊടുക്കൽ അല്ലെങ്കിൽ തോറ്റു കൊടുക്കൽ അത് നിങ്ങൾക്ക് വേറെ സക്സസ് നിങ്ങൾക്ക് കൊണ്ടുവരും. ഓക്കെ, നിങ്ങളുടേതായ ഒരു സക്സസ് നിങ്ങൾക്ക് വരും. ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറുന്നത് അത് വേറെ നിങ്ങൾക്ക് നല്ലതിലേക്കുള്ള ഒരു പോവാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ യെസ്, ഇവിടെ അഗെയിൻ സക്സസിൻ്റെ കാര്യമാണ്. ന്യൂ ബിഗിനിങ്. ആൻഡ് ഇവിടെ 0 ആയിരുന്നു, ഇത് 1 ഉണ്ട്. സോ ഒരു പുതിയ തുടക്കം വരുന്നു എന്ന് തന്നെയാണ് അഗെയിൻ വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്ന ആ ആക്ഷൻ ചിലപ്പോൾ നമ്മൾ പറയില്ലേ ചിലപ്പോൾ ഒരു ഫൈറ്റിംഗ് എന്ന രീതിക്ക് ആയിരിക്കില്ല. ഓക്കെ, ചിലപ്പോൾ വിട്ടുകൊടുക്കൽ കൂടി ഒരു ആക്ഷനാണ്. ഓക്കെ, ചിലതിൽ നിന്ന് വിട്ട് മാറിപ്പോകുന്നതും ഒരു ആക്ഷനാണ് ഇവിടെ. ഓക്കെ, സോ ഇവിടെ ചോപ്പ് വുഡ് കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് യെസ് കുറച്ച് ഇനി വർക്ക് വേണ്ടി വരും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇനി വർക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്താണോ വേണ്ടത് അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് കിട്ടും വേറെ. ഓക്കെ, സോ നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ എന്തോ നല്ലത് കൊണ്ടുവരാനാണ്. സോ ഒരിക്കലും നിങ്ങൾ തോറ്റുപോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നൊരിക്കലും നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് അതിൻ്റെ വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും, മനസ്സിലുണ്ടാവും. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ഡോണ്ട് വറി. ഓക്കെ, എല്ലാം നല്ലതിലേക്കാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ ഒരേ സിറ്റുവേഷൻ ചിലപ്പോൾ ബെറ്റർ ആയിട്ട് വരുന്നതും ആവാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേറെ നല്ലത് വരും എന്നും ആവാം. ഓക്കെ, സോ ഇതാണ് പൈൽ 1 നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ വാട്ട് എനിക്ക് സെയിം കാർഡ്സ് റിപ്പീറ്റ് ആക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അത് മാറ്റുന്നു. നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോകാം. സെക്കൻഡ് പൈൽ റോസ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് എന്താ നോക്കാം. ആ കാർഡ്സ് അങ്ങോട്ട് മാറ്റി വെച്ച പിന്നെ പ്രശ്നമില്ലല്ലോ, അല്ലെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം. പൈൽ 2 എന്താ വരുന്നത് നോക്കാം. ഇനി ലെറ്റ്സ് സീ, മേ ബി ഇഫ് ഇറ്റ്സ് മെന്റ് ടു കം അല്ലേ, ഞാൻ എന്തിനാ മാറ്റുന്നു. ഏതും ഇൻറ്റ്യൂഷൻ എന്ന് പറയും. ഇതിനെയാണ് ഇൻറ്റ്യൂഷൻ എന്ന് വിളിക്കുക. അതായത് നമ്മൾ ചില തോന്നലുകളാണ് നമുക്കും ഓക്കെ, പൈൽ 2 റോസ് കോട്ട്സിൻ്റെ റോസ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് 48 hours അടുത്ത. ഓക്കെ, ആക്ച്വലി ഇത് നമ്മൾ 48 മണിക്കൂറാണ് പറയുന്നത്, അത് ഞാൻ അതിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, ഫൈൻ. ഓക്കെ, 48 മണിക്കൂറിൽ റോസ് കോട്ട്സ് റോസ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് എന്താ വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മൂവ്മെൻറ്റ്, ചോയ്സസ്, ഡിസിഷൻസ്, ഷാഡോ, വൺ മോർ. ഇവിടെയും സെയിം എനർജി. ഞാനിത് വരണ്ട എന്ന് വിചാരിച്ചിട്ട് മാറ്റി, ബട്ട് ഐ തിങ്ക് വരാനുണ്ടത്. ഓക്കെ, ഞാനിവിടെ റിജോയ്സ്, സെലിബ്രേഷൻ, പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ.
ഇമാജിൻ. ഓക്കെ, പീസ്, co-create. ഓക്കെ, go the distance, great. എക്സ്ചേഞ്ച് ഒരേ കാര്യങ്ങളാണ് വരുന്നത്. ആക്ച്വലി മെസ്സേജസ് ഉണ്ട്, വളരെ സിമിലർ ആണ് ആക്ച്വലി. യാ, പാർട്ട്ണർഷിപ്സ്. യാ, ഓക്കെ. സോ ഇവിടെയും പറയുന്നത്, ഇതിലും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്കിവിടെ ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും എന്ന രീതിക്ക് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണ്. നിങ്ങളുടെ മുമ്പിൽ കുറേ ചോയ്സസ് വരും. ഓക്കെ, അതിൽ ഏത് വേണം എന്ന് തീരുമാനിക്കുന്നത്. ഇതിപ്പോൾ ചിലപ്പോൾ രണ്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, രണ്ട് വ്യക്തികളുടെ കാര്യമായിരിക്കാം, നിങ്ങളുടെ ലൈഫിലുള്ള രണ്ട് റിലേഷൻഷിപ്പ്. ഓക്കെ, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന രീതിയിൽ. സോ അതിൽ നിന്ന് ഏത് വേണം എന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഞാൻ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, റിലേഷൻഷിപ്പിനെ കുറച്ച് അതിലേക്കാണോ ഞാൻ സമയം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വേറെയും പല കാര്യങ്ങൾ, ജോലിയിൽ തന്നെ ചിലപ്പോൾ ഞാൻ ഈ ജോലി വേണോ ആ ജോലി വേണോ അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ്, ചിന്തകൾ. ഓക്കെ, സോ ഇവിടെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയം കാണുന്നുണ്ട് എനിക്ക്. 2 of Pentacles-ന്റെ എനർജിയാണ്, ഡിസിഷൻ എടുക്കേണ്ട സമയമാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ആക്ച്വലി 7 of Cups-ന്റെയും പറയാം ഇത് ആക്ച്വലി. കാരണം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്. സോ അതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് തീരുമാനം എടുക്കേണ്ട ഒരു ടൈമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് ഇമാജിൻ എന്നുണ്ട്. സോ യെസ്, ഇവിടെ ഒന്ന് നിങ്ങളുടെ ഇമാജിനേഷനും ആയിരിക്കാം, അതായത് നിങ്ങൾ കുറേ ചിന്തിച്ചു കൂട്ടുന്നു എന്ന രീതിക്കും പറയാം. ഓക്കെ, നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിൽ ഒരുപാട് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. എന്നിട്ട് അതും വേണം, എനിക്ക് ഇതും വേണം, എനിക്ക് ഇതും ചെയ്യണം, അതും ചെയ്യണം. സോ അങ്ങനെ കുറേ ഇമാജിനേഷൻ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നുണ്ടാവും. ഓക്കെ, അതുമായിരിക്കാം. കാരണം ഇവിടെയും ക്ലൗഡ്സ് ഉണ്ട്, എവിടെയോ നിങ്ങളുടെ ചിന്തകളെക്കുറിച്ചാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിലുള്ള കൺഫ്യൂഷൻ ആയിരിക്കും കാണിക്കുന്നത് ഇത്. സോ എവിടെയോ ഇമാജിനേഷനിൽ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് പോകണ്ട എന്നൊരു അഡ്വൈസാണ്. എന്ന് മാത്രമല്ല മേ ബി നിങ്ങളുടെ മുമ്പിൽ സോ കാര്യങ്ങൾ എന്താണ് വേണ്ടത് എന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കാനുള്ള സമയമായി. സോ കോൺസെൻട്രേറ്റ് ചെയ്യൂ. എക്സ്ക്യൂസ് മീ, സോറി. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത്, ഓക്കെ, നിങ്ങൾക്ക് മനസ്സ് ക്ലൗഡഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന മൂൺ എനർജി ഉണ്ട്. സോ മൂൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷനാണ്. സോ നിങ്ങളുടെ മുമ്പിലുള്ള ചോയ്സിന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് കാണുന്നത് എനിക്ക്. കൺഫ്യൂഷൻ നിങ്ങൾ ഫേസ് ചെയ്യും ഇനി അടുത്ത 48 മണിക്കൂറിൽ നമ്മൾ പറയുമ്പോൾ. ഷാഡോ കാണുന്നുണ്ട് എവിടെയോ. നിങ്ങൾക്ക് ഈ ഒരു തീരുമാനം എടുക്കാൻ പറ്റണമെങ്കിൽ, ഡിസിഷൻ എടുക്കാൻ പറ്റണമെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഷാഡോ സൈഡ് ഫേസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഓക്കെ, അത് നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ചില ഫിയേഴ്സിന്, ചിലപ്പോൾ പേടികൾ, ഓക്കെ, നിങ്ങളുടെ തടസ്സങ്ങളുണ്ടാവും, ചില കാര്യങ്ങൾ നിങ്ങളെ തന്നെ തടയുന്നുണ്ടാവും. അതാണ് നമ്മുടെ ഷാഡോ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ഉള്ളിൽ തന്നെ പേടികളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ടെൻഷൻസും ഫിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്, ബ്ലോക്കേജസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ അവനവനെ ഞാൻ പോരാ എന്നുള്ള ചിന്തകളോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടാലോ അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ എവിടെയോ ഷാഡോ സൈഡ് എന്ന് പറയും, നമ്മളുടെ തന്നെ ഷാഡോ സൈഡ് ഉണ്ടാവും. ഓക്കെ, സോ അതിനെ നിങ്ങൾ ഓവർകം ചെയ്യാനുണ്ട് ഇപ്പോൾ. ഓക്കെ, നിങ്ങളോട് മെയിൻ കാര്യം അതാണ്. ദാറ്റ് ഇവിടെ നിങ്ങൾക്ക് ആ ഷാഡോ സൈഡ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടണമെങ്കിൽ, വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷാഡോ സൈഡ് ഫേസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫിയേഴ്സ് ഓവർകം ചെയ്യുക, നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ മനസ്സിൻ്റെ നെഗറ്റീവ് തിങ്കിങ്, അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് പുറത്ത് വരേണ്ടി വരും. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഉള്ളിലെ പേടികൾ, ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ പേടികളാണ് ഇതെല്ലാം ട്രിഗർ ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ആദ്യം യൂണിവേഴ്സ് പറയുന്നത് പീസ്ഫുൾ ആയിട്ട് ഇരിക്കൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, ഒന്ന് സമാധാനമായിട്ടിരിക്കൂ, ഒന്ന് ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ ചെയ്യൂ, ഒന്ന് പീസ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ചിന്തിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. ഇപ്പോൾ മനസ്സ് ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്ന പോലെയാണ്, മേ ബി കൺഫ്യൂഷൻസിലേക്ക് പോകുന്ന പോലെയാണ്. സോ കുറച്ചൊന്ന് ശാന്തമായിട്ടിരിക്കൂ എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പീസ് വരും എന്നുമാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്ന് ഓക്കെ ആവും, ശരിയാവും എന്ന രീതി. കാരണം ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. സോ ഇവിടെ നിങ്ങളുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റിനെ ആയിരിക്കാം കാണിക്കുന്നത്. ഇത് മറ്റുള്ളവരുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് അല്ല, നിങ്ങളുടെ സ്വന്തം മെൻ്റൽ കോൺഫ്ലിക്റ്റ് എന്ന രീതിക്ക്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഞാൻ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം ഉള്ള നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, ആ കാര്യങ്ങളായിരിക്കാം കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കുറച്ച് പേർക്ക് ഇവിടെ വേറെ പേഴ്സണുമായിട്ടും ഉള്ളതും ഉണ്ട്, അതും ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ അതിലും നിങ്ങൾക്കൊരു പീസ് വരും എന്നാണ് കാണുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാതെ ഈ ശരിയാവില്ല, സിറ്റുവേഷൻ ബെറ്റർ ആവില്ല, എന്താ നടക്കുന്ന ഒരു കാര്യങ്ങൾ ഒരിക്കലും നേരെ ആവാത്ത ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഫൈറ്റ് ചെയ്ത് തോറ്റുപോയി എന്ന രീതിക്ക്. സോ എവിടെയോ എനർജി മാച്ച് ഉണ്ട് ഫസ്റ്റ് പൈലുമായിട്ടും. സോ കുറച്ച് അതിലും നിങ്ങൾക്ക് കാണാം, മേ ബി ഇഫ് യു വാണ്ട് ടു. ഓക്കെ, സോ ഇവിടെ ഈ കാർഡ് റിപ്പീറ്റ് ആണ് വന്നത്. സോ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കോൺഫ്ലിക്റ്റിനെ ഓവർകം ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ
അല്ലെങ്കിൽ വേറെ വ്യക്തികളുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും ഇവിടെ പീസ് വരും എന്നായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ചോയ്സസ്, തീരുമാനങ്ങൾ, ഓക്കെ, അത് ബന്ധങ്ങളെക്കുറിച്ചാവാം, അല്ലെങ്കിൽ അഗൈൻ ജോലിയുടെ കാര്യമായിരിക്കാം, വേറെ എന്തെങ്കിലും ചെയ്യണോ എന്നായിരിക്കാം. സോ എവിടെയോ നിങ്ങളുടെ മൈൻഡിലെ കോൺഫ്ലിക്റ്റ് നിങ്ങൾ ഓവർകം ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തന്നെ, ഓക്കെ, അവനവൻ തന്നെ ആദ്യം നമ്മളുടെ ഷാഡോ സൈഡ് ഫേസ് ചെയ്ത് നമ്മളുടെ ഉള്ളിലുള്ള ആ കോൺഫ്ലിക്റ്റ് നമ്മൾ തന്നെ ജയിക്കണം എന്നാണ്. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് എനിക്ക് പീസ് വരും എന്നാണ്. കോ ക്രിയേറ്റ് കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ഒന്നിച്ച്, ഓക്കെ, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ എനർജിയുമായിട്ട് ചേർന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ മേ ബി ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അതും ഇവിടെ ബെറ്റർ ആവുന്ന രീതിക്കാണ് പറയുന്നത്. അതിൽ സമാധാനം വരും എന്ന് കാണുന്നുണ്ട്. ആൻഡ് കോ ക്രിയേറ്റ് എന്ന് കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒന്നിച്ച് നിങ്ങൾ വർക്ക് ചെയ്ത കാര്യങ്ങൾ ബെറ്റർ ആക്കും എന്ന രീതിയിലാണ്. നിങ്ങൾക്ക് വീണ്ടും ഒരു ക്രിയേഷൻ നടക്കും എന്ന് പറയില്ലേ, അതായത് മറ്റുള്ളവരോട് ഒത്തുചേർന്ന് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്ന രീതിയിൽ. സോ ഇവിടെയും അഗൈൻ അത് തന്നെയാണ് ഇവിടെ കണ്ട്. റിജോയ്സ്, സെലിബ്രേഷൻ ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്. സോ ഇത് കൂടുതലും പാർട്ട്ണർഷിപ്സിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം. അല്ലാത്തവർക്ക് റിലേഷൻഷിപ്പിലപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ചോയ്സ് ഉണ്ട് എന്ന് കാണുന്നത് മേ ബി 2 വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ, നിങ്ങൾ ഒരു പേഴ്സണുമായിട്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നെങ്കിൽ അതിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ ഇതിപ്പോൾ പാർട്ട്ണർഷിപ്സ് എന്ന് പറയുമ്പോൾ അഗൈൻ ബിസിനസ് കാര്യങ്ങളും ആവാം, ബിസിനസ് ആവാം, ജോലി സ്ഥലത്തുള്ള പാർട്ട്ണർ ആവാം, നമ്മുടെ കൊളീഗ്സ് ആവാം, ഫാമിലിയിലായിരിക്കാം. ഓക്കെ, ജസ്റ്റ് ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. സോ എല്ലാം എന്ത് തന്നെ ആയാലും ശരി, ഓക്കെ, ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി വരും എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് 48 hours നിങ്ങൾക്ക് സെലിബ്രേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇവിടെ 3 എനർജി വന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് അഗൈൻ ഒരു കോ ക്രിയേറ്റ് എന്ന് ആക്ച്വലി നമുക്ക് എടുക്കാം. ബിക്കോസ് നമ്മുടെ 3 of Pentacles എനർജി വരുന്നുണ്ട് എനിക്ക്. നിങ്ങൾ ഒന്നിച്ച് ആരോടാണോ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ആൾക്കാർ, ഇപ്പോൾ മേ ബി ഓഫീസിൽ തന്നെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് അങ്ങനെയാണെങ്കിലും എല്ലാവരും ചേർന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിക്ക്, നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിക്കുമാണ് കാണുന്നത്. അഗൈൻ ഗോ ദ ഡിസ്റ്റൻസ് ഉണ്ട്, എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റ്സ് ഉണ്ട്. സോ അഗൈൻ ഇതും നമ്മൾ പറയുന്ന ആ ഒരു എനർജി തന്നെയായിരുന്നു കേട്ടോ. പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് പോലെ തന്നെയായിരുന്നു. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് വരിക, പരസ്പരം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, എന്ന് വെച്ചാൽ കാര്യങ്ങൾ ബെറ്റർ ആവുക അല്ലേ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് സോൾവ് ആവുന്ന പോലെ ഗിഫ്റ്റൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ജസ്റ്റ് സോറി പറയുക, അങ്ങോട്ട് ഒരു ഹാൻഡ് ഷേക്ക് എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കൈ കൊടുത്ത് നമ്മൾ ശരിയാക്കുക അല്ലേ. ആൻഡ് അതിന് ശേഷം സെലിബ്രേഷൻ കാണുന്നുണ്ട്. ഗോ ദ ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ്, അത് ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് പോകും എന്നാണ്. ഓക്കെ, അത് എൻഡ് ആയിട്ടില്ല, മുന്നോട്ട് പോകുമെന്നാണ്. കുറച്ച് പേർക്ക് അഗൈൻ നിങ്ങളുടെ ജോലി സ്ഥലത്ത് പാർട്ട്ണർഷിപ്സ് അല്ലെങ്കിൽ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ ബിസിനസ് പാർട്ട്ണർഷിപ്പും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മുന്നോട്ട് സോൾവ് ആവും. ഈവൻ ലൈക്ക് ഓഫീസിൽ എന്ത് തന്നെ ഇഷ്യൂ ഉണ്ടെങ്കിലും ആ സിറ്റുവേഷൻ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതിക്കാണ് കാണുന്നത്. രണ്ടും ഇവിടെ ആക്ച്വലി നമ്മുടെ ലെപ്പേർഡ്, ടൈഗർ എനർജി, ആ ലെപ്പേർഡിൻ്റെ എനർജിയൊക്കെ വരുന്നുണ്ട്. സോ ഫാസ്റ്റ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് നമ്മൾ എന്തായാലും 48 hours ആണ് നോക്കിയത്. സോ ഫാസ്റ്റ് മൂവിങ് നിങ്ങൾക്ക് എനർജി കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ കുറേ മെസ്സേജസ് ഞാൻ നിങ്ങൾക്ക് പറ്റുന്നത്ര പറയാൻ ശ്രമിച്ചാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.